തിരുവാതിര ദിവസം രാവിലെ തന്നെ അമ്മ എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഒരു ടീമിന് ഗോതമ്പ് നുറുക്കിന്റെ ഉപ്പുമാവും പഴവും, ഇനി ഇത് പറ്റാത്തവർക്ക് കൂവ വരകിയതും പിന്നെ ഇളനീരും പഴവും പപ്പടും. ഈ കൂവ വരകിയതും പഴവും പപ്പടും എൻ്റെ മേമേന്റെ കോംബോയാണ്. അടിപൊളി കോംബോ കേട്ടോ. അപ്പോൾ ഇന്ന് കൂവ വരകിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. ആദ്യം തന്നെ കൂവപ്പൊടി, ഇതാട്ടോ കൂവപ്പൊടി. ഇത് മേമ ഒന്നാണ്, ബ്ലാത്തി കൂവ എന്ന് പറയും, ആ ടൈപ്പ് കൂവയാണ്. ആ കൂവയുടെ പൊടി പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. കൂവപ്പൊടി ഉണ്ടാക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ സാധനം കിട്ടാനില്ല. അപ്പോൾ ഇപ്രാവശ്യം മേമ തന്നതാണ് തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊക്കെ ഉടച്ച് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ഒന്ന് ചതച്ചത് ചേർക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഞങ്ങൾ സാധാരണ ഏലക്ക ചേർക്കാറില്ലായിരുന്നു. ഇപ്രാവശ്യം മേമ ഒന്ന് ഏലക്ക ചേർത്തിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അവരവരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചെടുക്കുക. ഞങ്ങളിപ്പോൾ ഒരു 1.5 കഷ്ണം ശർക്കരയാണ് ഉരുക്കി പാനിയാക്കിയത്, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലരിത് ഉപ്പിട്ട് പുഴുങ്ങി കറിയൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട്. പണ്ടൊക്കെ എൻ്റെ അച്ഛമ്മ അങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങി കറിയൊക്കെ ഒഴിച്ച് കഴിച്ചിരുന്നു. ഇത് കൂവ വെള്ളം ഉണ്ടാക്കും. കുറച്ച് പൊടി എടുത്തിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കുടിക്കാറൊക്കെ ഉണ്ട്. ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കാനും നല്ല വിലയാണ് കേട്ടോ ഈ കൂവപ്പൊടിക്ക്. 100 ഗ്രാമിന് 100 രൂപയെ ആ രീതിയിലാണ് വില. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈവിടാതെ. അപ്പം ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ പൊന്തി വരും. കൈവിടാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഹലുവ മോഡലിൽ ഇങ്ങനെ ആയി വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക. ഇപ്പൊ നമ്മുടെ കൂവ ഒരുവിധം റെഡിയായി. ഇനി ഇത് ചൂടോടെ കഴിക്കാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ കൂവ വരകിയത്. ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾ പുഴുക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പുഴുക്കിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ഇടുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 6 വിസിലടുപ്പിച്ചു. നന്നായിട്ട് വേവണം. ഈ സമയം അമ്മ കാവത്ത് ചെത്തി വെച്ചു. കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ എന്നൊക്കെ പറയുന്ന സാധനമാണിത്. അതേപോലെ 2 നടുതല എടുത്തു. കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും, ഇവിടെ നടുതല എന്നാ പറയാ. എന്നിട്ട് ഇത് നന്നായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമ്മുടെ പുഴുക്കിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുക. കുറച്ച് തേങ്ങ എടുത്താൽ മതി. പിന്നെ കാന്താരി മുളകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഞങ്ങള്. ചിലർ പുഴുക്ക് വയ്ക്കുമ്പോൾ മഞ്ഞപ്പൊടി ചേർക്കാതെ വയ്ക്കും. ഇപ്പം ഞങ്ങൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വെന്ത കടലയിലോട്ടും കിഴങ്ങിലോട്ടും അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് ചേർത്ത വീഡിയോ എടുക്കാൻ മറന്നു. 6 വിസിലിന് ശേഷം കുക്കർ തുറന്നിട്ട് ഈ കിഴങ്ങുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും ഒരു 2 വിസിൽ വേവിക്കുക. അതിന് ശേഷം ആണ് അരപ്പൊക്കെ ചേർത്തത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡിയായി. ഇതാണ് തിരുവാതിരയുടെ അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച്. ഉച്ചയ്ക്കും രാത്രി തന്നെയാണ് കഴിച്ച്. കുറച്ച് ഉപ്പുമാവും കുറച്ച് പുഴുക്കും എടുത്തു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തിരുവാതിരയുടെ ഫുഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.